അന്നപൂർണ പർവ്വതം. ലോകത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ മാരകമായ പർവ്വതം. ഹിമാലയത്തിലെ നേപ്പാൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അന്നപൂർണ വൺ പർവ്വതം നമ്മുടെ ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള 10ാമത്തെ പർവ്വതമാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും മാരകമായ പർവ്വതങ്ങളിൽ 1ാം സ്ഥാനവും ഇതിനുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 8091 മീറ്റർ അല്ലെങ്കിൽ 26,545 അടി ഉയരമുള്ള ലോകത്തിലെ 10ാമത്തെ ഉയരമുള്ള അന്നപൂർണ പർവ്വതം ലോകത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞതും മാരകവുമായ പർവ്വതങ്ങളുടെ സ്ഥാനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏത് രീതിയിലാണ് എന്ന് നമുക്ക് നോക്കാം. ലോകത്തിലെ ഏതൊരു കൊടുമുടിയിലും വെച്ച് ഏറ്റവും ഉയർന്ന മരണനിരക്ക് നേപ്പാളിലെ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതത്തിലാണ്. ഇവിടെ ഏകദേശം 33% മരണനിരക്കാണുള്ളത്. അതായത് 100 പേർ ഈ പർവ്വതം കയറുമ്പോൾ 33 പേർ തിരിച്ചു വരുന്നില്ല. ശക്തമായ ഹിമപാതങ്ങളും കുപ്രസിദ്ധമായ ഐസ് റോക്ക് വിഭാഗങ്ങളും ഉൾപ്പെടെ ഉയർന്ന അപകട സാധ്യതകൾ ഉയർത്തുന്ന വെല്ലുവിളികൾ പർവ്വതാരോഹകർക്ക് ഇത്രയും വലിയൊരു കൊടുമുടി കയറുമ്പോൾ ഒരു വലിയ അപകടം വരുത്തിവെക്കുന്നു. നേപ്പാളിലെ അന്നപൂർണ മാസിഫിന്റെ ഭാഗമാണ് അന്നപൂർണ പർവ്വതം. അന്നപൂർണ 1 മുതൽ 4 വരെയുള്ള പർവ്വതങ്ങൾ, അന്നപൂർണ സൗത്ത്, ഗംഗാപൂർണ എന്നീ 6 കൊടുമുടികളുടെ ഒരു കൂട്ടമാണ് അന്നപൂർണ മാസിഫ്. ഈ 6 കൊടുമുടികളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് അന്നപൂർണ 1. അന്നപൂർണ 1 എന്ന കൊടുമുടി ഒഴിച്ച് ബാക്കിയുള്ള 5 കൊടുമുടികളുടെയും ഉയരം 8000 മീറ്ററിൽ താഴെയാണ്. അന്നപൂർണ 1 മാത്രം 8091 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. വളരെ പരിചയസമ്പന്നരായ പർവ്വതാരോഹകർ മാത്രമേ ഇത്തരം അപകടം നിറഞ്ഞ ഒരു കൊടുമുടി കയറുന്ന കാര്യം പരിഗണിക്കുകയുള്ളൂ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് എവറസ്റ്റ് അപകടനിരക്കിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനമേയുള്ളൂ. അപകടനിരക്കിൻ്റെ കാര്യത്തിൽ 3ാം സ്ഥാനത്ത് വരുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 9ാമത്തെ പർവ്വതമായ നങ്ക പർബത്താണ്. ഈ ഉയർന്ന കൊടുമുടികൾ കയറാനുള്ള ചിന്ത പലർക്കും വളരെ ആകർഷകമായി തോന്നുന്നു. തീർച്ചയായും പർവ്വതാരോഹണത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നത് ഇതുപോലുള്ള വലിയ പർവ്വതങ്ങളിലാണ്. 8000 മീറ്ററിന് മുകളിലുള്ള ഏതൊരു പർവ്വതവും കയറുക എന്ന ആകർഷണത്തോടൊപ്പം ജീവന്റെ അന്തർലീനമായ അപകട സാധ്യതകളും കൂടിക്കൂടി വരുന്നു. പർവ്വതാരോഹകരെ ഈ കൊടുമുടികൾ കയറുന്നതിൽ നിന്നും വിലക്കിയിട്ടില്ലെങ്കിലും സ്ഥിരമായി ഈ ദൗത്യം തുടരുന്നത് ഭാവിയിൽ വലിയ അപകടം വരുത്തിവെക്കുന്നു. വളരെ പരിചയമുള്ള പർവ്വതാരോഹകരും സാഹസികത ഇഷ്ടപ്പെടുന്നവരും മാത്രമേ ഇത്തരമൊരു കൊടുമുടി കയറുന്നത് പരിഗണിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ പതിയിരിക്കുന്ന അപകട സാധ്യതകൾ എന്നത് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ്. വിശാലമായ അന്നപൂർണ പ്രദേശം സന്ദർശിക്കാൻ ഏവർക്കും താൽപ്പര്യം കാണും. ഈ പ്രദേശത്ത് നിരവധി ദീർഘദൂര ട്രെക്കിങ്ങുകളുണ്ട്. പ്രത്യേകിച്ച് അന്നപൂർണ ബേസ് ക്യാമ്പിലേക്കുള്ള ABC ട്രെക്ക് അല്ലെങ്കിൽ നീണ്ട ഐതിഹാസികമായ അന്നപൂർണ ട്രെക്ക് എന്നിവ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത സന്ദർശകർ ഇവിടം സന്ദർശിക്കുന്നുണ്ട്. എന്നാൽ മിക്ക സന്ദർശകരും അപകടം നിറഞ്ഞ അന്നപൂർണ 1 കൊടുമുടി കയറാൻ തയ്യാറാകുന്നില്ല. ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം അന്നപൂർണ 1 കൊടുമുടി ലോകത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ മാരകമായ പർവ്വതത്തിൻ്റെ സ്ഥാനത്ത് വരുന്നു. ഇത് നമുക്ക് വളരെ അത്ഭുതം തോന്നും. കാരണം ലോകത്തിലെ ഏറ്റവും മാരകമായ പർവ്വതം എന്നത് ഏറ്റവും ഉയരമുള്ള മൗണ്ട് എവറസ്റ്റ് ആണെന്ന് പലരും കരുതുന്നു. തീർച്ചയായും മരണത്തിൻ്റെയും നാശത്തിൻ്റെയും ഒരു നീണ്ട ചരിത്രം മൗണ്ട് എവറസ്റ്റിനുണ്ട്. എന്നാൽ എവറസ്റ്റിനേക്കാൾ വളരെയധികം ഉയരം കുറഞ്ഞ അന്നപൂർണ 1 കൊടുമുടിയിലുള്ള അപകടത്തിൻ്റെ 1/4 പോലും മൗണ്ട് എവറസ്റ്റിൽ ഇല്ല എന്നതാണ് വാസ്തവം. വ്യക്തമായി പറഞ്ഞാൽ ഈ പർവ്വതം കീഴടക്കാനുള്ള ശ്രമത്തിൽ ജീവൻ വെടിഞ്ഞവരുടെ മരണങ്ങളുടെ അനുപാതം ലോകത്തിൽ ഏറ്റവും ഉയർന്നതാണ്. ഇവിടെ വിജയകരമായി മല കയറുകയും പിന്നീട് ഇറങ്ങുകയും ചെയ്യുന്ന ഓരോ 3 ആളുകളിലും ഒരാൾ വീതം മരിക്കുന്നു. അതായത് ഏകദേശം 33% ഇവിടുത്തെ മരണനിരക്ക്. അതായത് മല കയറാൻ ശ്രമിക്കുന്ന 100 പേരിൽ 33 പേർ തിരികെ വരുന്നില്ല. എന്നാൽ സാഹസികത ഇഷ്ടപ്പെടുന്ന പർവ്വതാരോഹകർ ഈ മരണസംഖ്യ കണ്ട് ഭയപ്പെടാതെ അവരുടെ ശ്രമങ്ങൾ വീണ്ടും തുടരുന്നു. ഒരു പർവ്വതത്തിൻ്റെ മുകളിലെത്തുന്നത് ഫിനിഷിംഗ് പോയിന്റ് അല്ല. മുകളിൽ ചെന്ന് തിരിച്ചു കയറിയ സ്ഥലത്ത് തിരിച്ചു വരുമ്പോൾ മാത്രമേ പർവ്വതം കീഴടക്കിയ നേട്ടത്തിന് അർഹനാവുകയുള്ളൂ. അന്നപൂർണ പർവ്വതത്തിൽ ഭൂരിഭാഗം മരണങ്ങളും താഴേക്കുള്ള യാത്രയിലാണ് സംഭവിക്കുന്നത്.
സഹപ്രവർത്തകർ തങ്ങളുടെ മുന്നിൽ മരിക്കുന്നത് കാണുന്ന മറ്റുള്ള പർവ്വതാരോഹകരുടെ മാനസികാവസ്ഥ, ആരോഹണ അവരോഹണങ്ങളുടെ ഭാഗമായി കാണുന്ന മോശമായ ഹിമപാതങ്ങൾ, നോക്കി നിൽക്കെ മാറി മാറി വരുന്ന മാരകമായ കാലാവസ്ഥ, ക്ഷീണം, ഓക്സിജൻ തീർന്നു പോകുക എന്നതൊക്കെയാണ് മരണസംഖ്യ ഉയരാൻ കാരണങ്ങൾ. അന്നപൂർണ 1-ൽ മരിച്ചവരിൽ പ്രശസ്ത ബ്രിട്ടീഷ് പർവ്വതാരോഹകൻ ഇയാൻ ക്ലോഫും അലക്സ് മാക് ഇൻറ്റയറും ഉൾപ്പെടുന്നു. ഈയിടെ അന്തരിച്ച യൂലി സ്റ്റക്ക് എന്ന പ്രശസ്ത പർവ്വതാരോഹകൻ 2013 ഒക്ടോബർ 8-9 തീയതികളിൽ അന്നപൂർണ 1 പർവ്വതം കയറാനും ഇറങ്ങാനും 28 മണിക്കൂറോളം നീണ്ട സമയമെടുത്തിരുന്നു. 2022 കണക്കനുസരിച്ച് ആകെ 365 പേര് അന്നപൂർണ കൊടുമുടിയിൽ കയറിയിട്ടുണ്ട്. എന്നാൽ ഈ കയറിയവരിൽ 122 പേർ തിരിച്ചു വന്നില്ല. കാലെടുത്ത് വയ്ക്കുന്ന ഹിമാനികൾ ആഴത്തിൽ കുഴിഞ്ഞു പോവുക, എറിഞ്ഞു പിടിപ്പിക്കുന്ന ഹുക്ക് പെട്ടെന്ന് ഊരിപ്പോവുക, ശക്തമായ ഹിമക്കാറ്റാഞ്ഞു വീശുമ്പോൾ ഹിമാനികൾ പെട്ടെന്ന് ഉരുകുകയും പെട്ടെന്ന് കൂടിച്ചേരുകയും ചെയ്യുക തുടങ്ങിയവയാണ് അന്നപൂർണ 1 കൊടുമുടിയിൽ പതിയിരിക്കുന്ന അപകട ലക്ഷണങ്ങൾ. അന്നപൂർണ പർവ്വതത്തിന് ആകർഷകവും എന്നാൽ വഞ്ചനാപരവുമായ ഭൂമിശാസ്ത്രമാണുള്ളത്. ആകർഷണത്തിൻ്റെയും അപകടത്തിൻ്റെയും ഒരു ഭാഗം അതിൻ്റെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി സവിശേഷതകളാണ്. ഒരാളുടെ സന്തുലിതാവസ്ഥയും ചടുലതയും പരീക്ഷിക്കുന്ന കുത്തനെയുള്ള അപകടസാധ്യതയുള്ള ചെരിവുകൾ, ജാഗ്രതയില്ലാത്തവരെ വിഴുങ്ങാൻ തക്ക ആഴവും ഇരുണ്ടതുമായ വിള്ളലുകൾ, കാലുകുത്തുന്നിടം ആഴത്തിൽ കുഴിഞ്ഞു പോകുന്ന ഹിമാനികൾ തുടങ്ങിയ കാര്യങ്ങൾ അന്നപൂർണ 1 ഡേഞ്ചറാക്കുന്നു. അന്നപൂർണ മാസിഫിലെ അന്നപൂർണ 1 കൊടുമുടിയുടെ പ്രവചനാതീതമായ ഈ സ്വഭാവം മറ്റുള്ള കൊടുമുടിയിൽ നിന്നും ഇതിനെ വേറിട്ട് നിർത്തുന്നു. സ്ഥിരതയുള്ള പർവ്വതത്തിൽ നിന്നും വ്യത്യസ്തമായി മഞ്ഞും പാറയും ചേർന്ന ഉറപ്പില്ലാത്ത ഭാഗങ്ങൾ, മാരക ഹിമപാത മേഖല എന്നിവ അന്നപൂർണ 1 കൊടുമുടിയുടെ മാത്രം പ്രത്യേകതകളാണ്. അന്നപൂർണയിലെ കാലാവസ്ഥ ഒരു വേനൽക്കാല കൊടുങ്കാറ്റ് പോലെ മെർക്കുറിയലാണ്. പെട്ടെന്നുള്ളതും മാരകവുമായ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ട് ഈ പർവ്വതം പർവ്വതാരോഹകരെ അത്ഭുതപ്പെടുത്തുന്നു. മല കയറുന്നവരെ ശാന്തമായ ഒരു മൂടുപടം കൊണ്ട് സ്വാഗതം ചെയ്യുന്ന ഈ പർവ്വതം മണിക്കൂറുകൾക്ക് ശേഷം അക്രമാസക്തമായ മഞ്ഞുവീഴ്ചയും വലിയ തണുപ്പ് കലർന്ന കാറ്റും കൊണ്ട് പരിചയസമ്പന്നരായ പർവ്വതാരോഹകരെ പോലും നിലംപരിശാക്കുന്നു. ഈ കാലാവസ്ഥ മലകയറ്റക്കാരുടെ ശാരീരികക്ഷമതയെ ബാധിക്കുന്നു. വിഷൻ അല്ലെങ്കിൽ കാഴ്ച പൂർണ്ണമായും ഇല്ലാതാവുന്നു. പരിചയസമ്പന്നരായ പർവ്വതാരോഹകർ വരെ അന്നപൂർണ 1 കൊടുമുടിയിലെ കാലാവസ്ഥയെ ശക്തമായ എതിരാളിയായി അംഗീകരിക്കുന്നു. പ്രവചനാതീതമായ കാലാവസ്ഥയുടെ നാടകീയത കൂട്ടിച്ചേർക്കുന്നത് ഹിമപാതങ്ങളുടെ യഥാർത്ഥ അപകടമാണ്. പെട്ടെന്നുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഹിമാനികളുടെ സ്ഥിതി അസ്ഥിരപ്പെടുത്തുന്നു. ശാന്തമായ മഞ്ഞുപാളികളെ പ്രക്ഷുബ്ധമായ മഞ്ഞുപാളികളാക്കി മാരകമായ ശക്തിയോടെ പർവ്വതത്തിൽ നിന്നും താഴേക്ക് വർഷിക്കുന്നു. ഹിമപാതങ്ങളുടെ ഭീഷണി അസ്ഥിരമായ സ്വഭാവത്തിൻ്റെയും ഉയർന്ന ഉയരത്തിലുള്ള പർവ്വതാരോഹണത്തിൻ്റെയും ക്ഷമയില്ലാത്ത സ്വഭാവത്തിൻ്റെയും തണുപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലായി പ്രവർത്തിക്കുന്നു. അതിമനോഹരമായ ഹിമാലയത്തിൻ്റെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അന്നപൂർണ പർവ്വതനിരകൾ വലുതും വിസ്മയിപ്പിക്കുന്നതുമായ പർവ്വതങ്ങളുടെ ഒരു ശേഖരമാണ്. ഓരോന്നിനും അതിൻ്റേതായ നിഗൂഢതകളും ഐതിഹ്യങ്ങളുമുണ്ട്. അതിമനോഹരമായ പനോരമകൾക്കും ട്രെക്കിംഗ് റൂട്ടുകൾക്കും മാത്രമല്ല, പുരാതന ഐതിഹ്യങ്ങളും പുരാണങ്ങൾക്കും ഇത് പേരുകേട്ട സ്ഥലമാണ്. വർഷങ്ങളായി അന്നപൂർണയെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങളും ഇനി നമുക്ക് നോക്കാം. ആത്മാക്കളുടെ സങ്കേതം. മലനിരകളുടെ മധ്യത്തിലുള്ള ഒരു ഹിമപാളിയായ അന്നപൂർണ സാങ്ച്വറി തദ്ദേശീയരായ ഗുരുങ് ഗോത്രക്കാർ ദേവന്മാരുടെ വാസസ്ഥലമായി കണക്കാക്കുന്നു. ഈ ദേവഗണങ്ങൾ ഈ പുണ്യഭൂമികളെ സംരക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള സസ്യങ്ങളെയും മൃഗങ്ങളെയും സംരക്ഷിക്കുന്നു. വേണ്ടത്ര ബഹുമാനം കൂടാതെ പർവ്വതത്തിൽ പ്രവേശിക്കുന്നത് ദുരന്തത്തിൽ കലാശിക്കും എന്നിവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു. നോക്കി നിൽക്കെ കാലാവസ്ഥ മാറിമറിയുന്ന ഈ അന്നപൂർണ 1 പർവ്വതം അന്നപൂർണ പർവ്വതനിരകളുടെ പ്രത്യേകതയാണ്. അതിൻ്റെ മെരുക്കപ്പെടാത്ത മുകൾ ഭാഗം നിരവധി ഐതിഹ്യങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രചാരത്തിലുള്ളത് ഈ പർവ്വതം ശിവദേവന് സമർപ്പിക്കപ്പെട്ടതാണ് എന്നതാണ്. അതിനാൽ ഇതിൻ്റെ കൊടുമുടിയിൽ കാലുകുത്താൻ ശിവന്റെ ഭൂതഗണങ്ങൾ ആരെയും അനുവദിക്കില്ല. പല പർവ്വതാരോഹകരും ഈ കൊടുമുടിയുടെ മുകളിലുള്ള ഈ ഭാഗത്തിൻ്റെ അടുത്തെത്തുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഭാഗത്ത് ഇതുവരെയും ആരും എത്തിച്ചേർന്നിട്ടില്ല. മുക്തിനാഥിലെ രോഗശാന്തി ജലം.
ഉയർന്നു നിൽക്കുന്ന തോറോങ്ല ചുരത്തിന്റെ അടിത്തട്ടിൽ മനോഹരമായി സ്ഥിതി ചെയ്യുന്ന മുക്തിനാഥ് ക്ഷേത്രം ആത്മീയ ഐക്യത്തിന്റെയും പങ്കുവയ്ക്കപ്പെട്ട ബഹുമാനത്തിന്റെയും പ്രതീകമാണ്. ഹിന്ദു ബുദ്ധ മതക്കാർ ആദരിക്കുന്ന ഈ ചരിത്രപ്രസിദ്ധമായ സങ്കേതം നൂറ്റാണ്ടുകളുടെ വിശ്വാസവും ഭക്തിയും ഉൾക്കൊള്ളുന്നു. മനോഹരമായി കൊത്തിയെടുത്ത 108 വാട്ടർ സ്പോട്ടുകളിൽ നിന്നും തണുത്ത വെള്ളം പുറത്തേക്കൊഴുകുന്നു. തണുത്തതും ദുഷ്കരവുമായ ഭൂപ്രദേശങ്ങളെ അതിജീവിച്ച് ഭക്തർ ഈ സ്പോട്ടുകൾക്ക് കീഴിൽ കുളിക്കാൻ വളരെ ദൂരം സഞ്ചരിച്ച് എത്തിച്ചേരുന്നു. ഈ തണുത്തുറഞ്ഞ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചാൽ ആത്മാവിനെ ശുദ്ധീകരിക്കാനും അറിയാതെ ചെയ്തുപോയ തെറ്റുകൾ വരുത്തിവെച്ച പാപഭാരം ഒഴിവാക്കാനും കഴിയും എന്ന് വിശ്വസിക്കുന്നു. അന്നപൂർണ പ്രദേശം കേവലം ഒരു ട്രെക്കർമാരുടെ പറുദീസ മാത്രമല്ല, കഥകളും മിസ്റ്റിസിസവും സാംസ്കാരിക പ്രാധാന്യവും നിറഞ്ഞ ഒരു പ്രദേശം കൂടിയാണ്. തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഈ കഥകൾ ഈ ശ്രേണിയിലെ പാറകൾക്കും നദികൾക്കും കൊടുമുടികൾക്കും പ്രാധാന്യം നൽകുന്നു. പർവ്വതങ്ങൾ മണ്ണിൻ്റെയും കല്ലിൻ്റെയും ഉൽപ്പന്നം മാത്രമല്ലെന്ന് ഇവിടുത്തെ ജനങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇതിഹാസങ്ങൾ, മിസ്റ്റിസിസം, ദൈവീകത എന്നിവയോടൊപ്പം ഉല്ലാസത്തോടെ ഈ ജനങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു.